ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കരിമീനാണ് നമ്മുടെ താരം എന്ന്. ഇന്ന് നമ്മൾ കരിമീൻ പൊള്ളിക്കാൻ പോവാണ്. അതിനായിട്ട് 6 കരിമീനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളതിൽ 3 എണ്ണമാണ് പൊള്ളിക്കണത്, ബാക്കി കറി വെക്കുകയാണ് ചെയ്യണത്. ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ തൊലി ചെത്തിയെടുക്കാം, അല്ലെങ്കിൽ കല്ലിലിട്ട് തേച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ അങ്ങനെ എടുത്തേക്കുവാണ് എന്നിട്ട് അതിനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പുരട്ടാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് എടുക്കാം. 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും 10-12 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പുരട്ടി വറക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ നാരങ്ങയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാണ് കിട്ടേണ്ടത്. അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഈ വരഞ്ഞു കൊടുത്തേക്കണതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. 3 മീനും ഇതുപോലെ തന്നെ മസാല തേച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും വെച്ച് കൊടുക്കാം കേട്ടോ, അപ്പോൾ പെട്ടെന്നായി കിട്ടും. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ആയതുകൊണ്ട് എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു പരന്ന ഫ്രൈ പാനാണ് കേട്ടോ എടുത്തേക്കണത്. ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഷാലോ ഫ്രൈ ആയാൽ മതി, കൂടുതൽ മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇത് വേവിക്കേണ്ടതാണല്ലോ. ഒരു സൈഡായി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. നടുക്കുള്ളത് പെട്ടെന്ന് ആവും, കൂടുതൽ ഫ്ലെയിം അവിടെ ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ വലിയ 3 കരിമീനാണ് കേട്ടോ പൊള്ളിക്കാൻ വേണ്ടി എടുത്തേക്കണത്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള കൊത്തിയരിഞ്ഞത്, അതായത് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തേക്കുവാണ്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതിൽ കളറൊക്കെ ഒന്ന് മാറി വരണ വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത്. നാടൻ കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ പൊള്ളിച്ചതിന് നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളക് പൊടിയൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് സഹായിക്കും, അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം, അതിനായിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് സമയമായി. നമ്മളൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, എന്നാലേ എല്ലായിടത്തും ഒരേപോലെ വേകുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകാൻ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ.
തക്കാളിയിൽ നിന്ന് ഇറങ്ങണ വെള്ളം ആവി ഉണ്ടല്ലോ, അത് നമ്മൾ അടച്ചു വെച്ചേക്കല്ലേ, ആ ആവിയും കൊണ്ടാണ് ഇത് വെന്ത് വരണത്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു പേസ്റ്റ് പരുവത്തിൽ തന്നെയാണ് വേണ്ടത്, ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിനാവശ്യമായ പാൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് പാലെടുത്താൽ മതി. അത് കട്ടിപ്പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇതിന് അത്യാവശ്യം ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇടണല്ല. ഇനി മീനിലും ഉപ്പുണ്ടല്ലോ. ഇനി നമുക്കിത് പൊള്ളിക്കാനായിട്ട് ഒരു വാഴയില വേണം. അത് കഴുകി തുടച്ചെടുത്തിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ കാണിച്ചാൽ വാടിക്കിട്ടും. ആ വലിയ വാഴയിലയുടെ മുകളിൽ ഒരു ചെറിയ വാഴയിലയും കൂടി വെച്ച് കൊടുക്കണം, ഒരു ചെറിയ കഷ്ണം. മീൻ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു കഷ്ണം വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഗ്രേവി കൊണ്ടൊരു ബെഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിൽ മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവി മീനിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. ഗ്രേവി വെച്ച് ആ മീനിനെ കാണാത്ത രീതിയിലാക്കണം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വാഴനാരുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നൂല് വെച്ചിട്ടാണ്, ട്വൈൻ നൂല് വെച്ചിട്ടാണ് ചെയ്യണത്. ഇത് തുറന്നു പോകാത്ത രീതിയിലൊന്ന് കെട്ടിയാൽ മതി, അധികം മുറുക്കി കെട്ടണ്ട കേട്ടോ. ഇത്തിരി ലൂസായിട്ട് കെട്ടിക്കൊടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിക്കാതെയും ചെയ്യാം കേട്ടോ, അപ്പോൾ ഇല കൂടുതലായിട്ട് കരിഞ്ഞു പോവും. എണ്ണ ഒഴിക്കുമ്പോൾ കരിയൽ ഇത്തിരി കുറവായിരിക്കും. ഇനി ഓരോ പൊതികളായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ ഫ്രൈ പാൻ ഇത്തിരി വലുതായതുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് 3 എണ്ണം വെച്ച് കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ, അപ്പോൾ അത് പെട്ടെന്ന് ആയി കിട്ടും. ഫ്ലെയിം മീഡിയം ടു ലോ ആണ് കേട്ടോ വെക്കേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്, നമ്മളത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ആ സൈഡും കൂടി ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ആദ്യത്തെ സൈഡ് ഇട്ടതിൻ്റെ അത്രയും സമയം വേണ്ടി വരില്ല, അപ്പുറത്തെ സൈഡ്, ഈ സൈഡ് വേകാനായിട്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ്. കണ്ടോ, അതെ, നന്നായിട്ട് ഇലയൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാം എടുക്കാം കേട്ടോ. നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളി കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ, അത് ഉണ്ടാക്കി തന്നെ നോക്കണം. ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.